ആരത്? അമ്മ തരാം നിൽക്ക്. അമ്മ തരടാ. രാവിലെ എണിച്ചിട്ട് കോഴിമുട്ട ഒഴുകി പഴം കഴിച്ചു കൊണ്ടിരിക്കുക. അവൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് കഴിക്കാൻ. താഴോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല. കയ്യിലിങ്ങനെ കോഴിമുട്ടൻ്റെ മഞ്ഞക്കരുവൻ എടുത്തോളൂ. ഈ ഭാഗത്ത് വെളിച്ചം കുറവാട്ടോ. നോക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇവനെ കൊടുത്തിട്ട് ഈ കൈ കൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചിലവർ കമൻ്റ് ഇടും. ശരിക്കും പറഞ്ഞാൽ മനസ്സാണ് വൃത്തിയാകേണ്ടത്, മനസ്സിലാണ് അഴുക്കില്ലാണ്ടിരിക്കേണ്ടത്, മനഃശുദ്ധിയാണ് വേണ്ടത്. കുറച്ച് ശരീരശുദ്ധിയാക്കിയിട്ട് കാര്യം. എന്താ കൂട്ടാപ്പി ഇക്കാരെ നോക്കണം. കഴിച്ചോ? ഇനി എന്നാ നീ വിഞ്ഞി കുഞ്ഞിഞ്ഞു മമ്മി വിഞ്ഞു. ഇത് നിലത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ചെറിയ മടിയാണ്. ബാക്കിയുള്ളതൊക്കെ നിലത്തിട്ട് കഴിക്കും. കോഴിമുട്ടയുടെ മഞ്ഞക്കരി നമ്മൾ കയ്യിൽ ഇതെങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇവനിങ്ങനെ കൊടുത്തിട്ട് ഞാൻ ആ കൈ കൊണ്ട് കഴിച്ചിട്ട് ഇതുവരെ എനിക്കൊരസുഖമൊന്നും വന്നിട്ട്. ഇപ്പോൾ ഇവൻ ജനിച്ചിട്ട് എത്രയും 2 വർഷം കഴിഞ്ഞു. എല്ലാ പൂച്ചയും 10 വർഷത്തോളം അതിൽ പൂച്ച വളർത്തും. നമ്മളീ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ട് തൊട്ടാ പിടിച്ച് കഴിഞ്ഞാൽ മരിക്കും പറഞ്ഞിട്ട് പേടിച്ച് ജീവിച്ചാലാണ് അസുഖങ്ങളൊക്കെ വെറുതെ ഇല്ലാത്ത അസുഖമൊക്കെ വരും. മരണം എപ്പോഴാണെങ്കിലും വരും, ഏത് നിമിഷമാണെങ്കിലും സംഭവിക്കും. അത് ഈമാനില്ലാത്തവർക്കാണ് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത്. എനിക്ക് നല്ല ഈമാനുണ്ട്. ഈ നിമിഷമാണെങ്കിൽ പടച്ചവൻ്റെ വിധി അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അല്ലേ? ചൂണ്ടടി പെണ്ണ് പടച്ചോ 100 വയസ്സ് വരെ ആയുസിട്ട് തന്നാൽ അപ്പം അത്രത്തോളം നമ്മൾ ജീവിക്കും. പിന്നെല്ലാം അല്പായുസ് വിധിച്ചിട്ടുള്ളെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ പോവും. അതിന് അസുഖങ്ങൾ കൊണ്ട് തന്നെയാണെന്നൊന്നുമില്ല. ആരെന്ത് വിചാരിച്ചാലും ആരെന്ത് ചെയ്താലും ആരെന്ത് ഇതാക്കിയാലും നമുക്കൊന്നും അത് തട്ടത്തില്ല. പടച്ചോൻ എന്താ വിധിച്ചിട്ടുള്ള അതേ നടക്കും. പിന്നെ താഴെ നോക്ക്. എന്നാ താഴെ ഇട്ട് കൊടുത്താൽ കഴിക്കില്ല. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയതിനടുത്ത് കഴിക്കുന്നു. എന്നാ കഴിക്കും, നമുക്ക് പണിയുണ്ട്. ഞാൻ കുറച്ച് പഴം നെയ്യിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം കൊടുത്തതാണ്. ഇപ്പോൾ താഴെ കിടക്കുന്ന കഴിക്കില്ല, ഇനി കഴിക്കുന്നു വയ്ക്കാം. കണ്ട കയ്യിലെടുത്ത് കൊടുത്താൽ കഴിക്കും. ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും വലിയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക, ചൂടുവെള്ളം കുടിക്കുക. പിന്നെന്താ പറയുക, ഇപ്പോൾ ഒരുമാതിരി ജലദോഷവും പനിയും ഇതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. വല്ലാത്തൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മേലുവേദനയും ഒക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് പോട്ടെ പിന്നെ എന്നാ നെയ്യിലാക്കി തരാം. എന്നാ ഇതിൽ നെയ്യുണ്ട്. എന്നാ നെയ്യിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഇത് വേഗം കഴിക്കുമ്പോൾ പോട്ടെ, നമുക്ക് പണിയുണ്ട്. രാവിലെ അടിച്ചപ്പോൾ ഇവനെ കൊതിച്ചുകൊണ്ടിരിക്കില്ല. നമുക്ക് കഴിക്കണ്ടേ കുട്ടാപ്പിക്കാൻ്റെ പിന്നെ നിർത്തുന്നത്. സമയം 8:30 ആയിട്ടുള്ളൂ രാവിലെ. ഇത് നേരത്തെ കഴിക്കും. കള്ളക്കുറുക്കൻ ഇത് നോക്കും, കള്ളക്കുറുക്കൻ്റെ നോക്കാം. എന്നാ കഴിച്ചോടാ. മതിയില്ല, ഞാൻ കഴിച്ചിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അച്ഛൻ്റെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി ഇക്കാക്ക് റെഡിയാക്കി കൊടുത്തു വേണ്ട. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ പറഞ്ഞ കുത്തുമ്മ.